ഇവൻ ഇത്തരക്കാരനായിരുന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. വിഷമമുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്ന് പിന്നെ പെൺപിള്ളേരൊക്കെ കൊന്നെന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ ഒരു ഭയം വന്നു പോയി. ഇങ്ങനെയൊരു സംഭവം നടന്നാന്ന് ഓർത്ത് പോകും. ഞാനോട്ടല്ലേ പണ്ട് പോലെ ഉടക്കാറുള്ളൂ. ശ്രീവിഷയം എന്ന് പറഞ്ഞ പുള്ളി എല്ലായിടത്തും ഒന്നുമില്ല, അത് അതിനായിട്ട് നടക്കുന്നവരുടെ മാത്രമേ ഉള്ളൂ. ഇത് ഒരു പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതേപോലെ നിരോധാനങ്ങൾ ഇഷ്ടംപോലെ ഓരോ ദിവസം ഓരോ പേരുകൾ കൂടിക്കൂടി വരികയാണ്. കണ്ടു കഴിയുമ്പോൾ ആളിച്ചിരി ആരോടൊന്നും മിണ്ടിയൊന്നുമില്ല, ഒന്നുമില്ല. ആ പുള്ളിയുടെ കല്യാണത്തിലൊക്കെ ഞാൻ പോയിട്ട് പങ്കെടുത്തു. അതിപ്പോൾ ഒത്തിരി വർഷമായില്ല. ഒത്തിരി വർഷം. ഒരുപാട് ആളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഞങ്ങളിന്ന് കുറെ ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു. ഓ, പള്ളിയായിട്ടൊന്നും വലിയ സഹകരണമൊന്നുമില്ല. അച്ഛനാണേലും കല്യാണം നടത്താൻ ആദ്യം സമ്മതിച്ചെന്നാ പറയുന്നത് പള്ളി അല്ലേ? ഓ, നിങ്ങളൊക്കെ അമ്മാവൻ എന്നാണ് വിളിക്കുന്നത്? ഞാൻ സെബാസ്റ്റ്യൻ എന്നാണ് വിളിക്കണം. ഇന്ന് വരെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ സെബാസ്റ്റ്യൻ എന്നാണ് വിളിക്കണം. അല്ലാതെ ഞാൻ ഇരട്ട പേരൊന്നും വിളിക്കുക നമുക്ക് താല്പര്യമില്ല അതിനോട്. എന്നെ ചിലപ്പോൾ കൊച്ചെന്ന് വിളിക്കും. ആ, കൊച്ചെ എന്നെ വിളിക്കണമെന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ, അല്ല വേറെ ഇതൊന്നുമില്ല. പുള്ളി എപ്പോഴും മദ്യവാ. ഈ സബാഷിന്റെ അച്ഛനെയൊക്കെ അറിയാവോ? അപ്പച്ചൻ അതൊക്കെ മരിച്ചുപോയി. അവരെ അറിയാം. മത്തേന്ന് പറയും. മത്തയാ? പാലക്കാട്ട് മത്ത. അങ്ങനെ എന്നായിരുന്നു ജോലിയൊക്കെ? അങ്ങനെ കൃഷിപ്പള്ളി, വേറെ ഒന്നുമില്ല. ആണോ? കുറച്ച് വസ്തുക്കളുണ്ടായിരുന്നു. 6 മക്കളാണ്. ഒരെണ്ണം മരിച്ചുപോയി, മൂത്തത്. അതിൻ്റെ ഇടയിലാണ് സഭാഷ്. അതിൻ്റെ ഇടയിൽ ഒരു ചെറുക്കനുണ്ട്, പിന്നെ 3 പെണ്ണുങ്ങളും. അത് നമ്മൾ കാണുമ്പോഴൊക്കെ ഇങ്ങനെ വർത്തമാനം പറയും, എവിടെ പോയെന്നൊക്കെ ചോദിക്കും. വാർത്ത എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എന്താണ് സംഭവം നമുക്കറിയാവുന്നത്. ഇങ്ങനെ അസ്ഥി കണ്ടു. അത് അസ്ഥിയെ കിട്ടിയില്ല. കിട്ടി. അപ്പനൊക്കെ എങ്ങനെയായിരുന്നു? അപ്പനൊക്കെ നല്ല മനുഷ്യരായിരുന്നു? ഒരു കുഴപ്പമില്ല. പാവ മനുഷ്യനായിരുന്നു. പിന്നെ അമ്മേനെയൊക്കെ അറിയോ? അവരൊക്കെ എങ്ങനെയായിരുന്നു? അവരൊക്കെ നല്ല മനുഷ്യരായിരുന്നു. ഞാൻ വന്നതിന് ശേഷം, ഞാൻ വന്നിട്ട് ഇപ്പോൾ 50 കൊല്ലം കഴിഞ്ഞ്. അന്നേരത്തേക്ക് നല്ല ഇതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നാട്ടുകാരുമൊക്കെ ആയിട്ട് നല്ല സഹകരണമൊക്കെ ആയിരുന്നു. പിന്നെ അവർക്ക് പാടില്ലാതെ വന്ന് വയസ്സായപ്പോഴത്തേക്ക് മരിച്ച്. സെബാസ്റ്റിനെ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാനങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ വലുതായിട്ട് പോകാറില്ല. എന്നാലും കാണുമ്പോൾ ചിരിക്കുകയും വർത്താനം പറയുകയും പിന്നെ വല്ലപ്പോഴൊക്കെ തേങ്ങ പൊതിക്കാനായിട്ട് ചാച്ചനോട് പറയും. അങ്ങനെയൊക്കെ പൊതിച്ചു കൊടുക്കുമായിരുന്നു. ഇവിടെ കൊണ്ടുവരാനല്ല, അവിടെ അവരുടെ കയറിയ തേങ്ങയൊക്കെ അന്നേരം കൂലിയും തരും, പോരുകയും ചെയ്യും. സെബാസ്റ്റ്യൻ ഇങ്ങനെ ഒരു മനസ്സുണ്ടെന്ന് തോന്നിയാ? ഇല്ല, അങ്ങനെയൊന്നും ഒരു തോന്നലും ഇല്ല, ഒരു സംശയം തോന്നാറില്ലായിരുന്നു. വണ്ടിയിലൊക്കെ ഇതിലേ പോകും. പുള്ളി നടന്നു പോണ പരിപാടിയൊന്നും അധികം ഇല്ല. ഒരു കാറുണ്ടല്ലോ, ആ കാറിൽ പോണതൊക്കെ അറിയാവുള്ളൂ. പറയണ കേട്ടപ്പോൾ ഒരു വിഷമത. അന്നേരത്തേക്ക് എല്ലാവരും കാണുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഓർത്തിട്ടുണ്ട് ഇവൻ ഇത്തരക്കാരനായിരുന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. ഈ മദ്യപാനമുള്ള കുടുംബമായിരുന്നു ഇവരുടെ? ഇല്ല, തന്തേന്ന് ഒരു സാധനം കഴിച്ചിട്ടില്ല. ഇല്ല, കഴിക്കുന്നവരല്ല. മത്തേനൊന്നും കഴിക്കാത്ത ആളോ. ഒരു വസ്തുതർക്കാണ്. അവർ തമ്മിലുള്ള വസ്തുതർക്കാണ്, അല്ലാതെ ഒന്നുമില്ല. അത് ഇവിടെ ഉണ്ട് സ്ഥലം. അവർ വേറെ വിൽക്കുകയും ചെയ്തു. തിരുനെല്ലൂർ പള്ളിക്ക് കൊടുത്ത ആ സ്ഥലം ആണല്ലേ അവർ വിറ്റ. ഇത് കന്യാസ്ത്രീ ആരാ? അവരുടെ അപ്പൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിന് ഒരാളുണ്ടായിരുന്നല്ലേ, പഴയ ആൾ. മരിച്ചുപോയി. അപ്പനും അമ്മയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാ ജീവിച്ചത്. കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് ജീവിച്ചവരാ. വാഴ, ചേമ്പ്, കപ്പ ഇതൊക്കെ നട്ട് മേലെടുത്ത് ഈ കുഞ്ഞുങ്ങൾ എന്താണെന്ന് ഇല്ലേ തീറ്റ പോറ്റണ്ടേ, അതിന് വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. തേങ്ങ വരണം മിക്കിയെല്ലാം മുഴുവൻ പൊതിച്ച് വെട്ടി കൊപ്രാക്കി കൊടുക്കുകയുള്ളൂ, ചേർത്തല കൊണ്ടുപോയി. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം. ആ ചേച്ചി അത് തന്നെ പ്രാർത്ഥനക്കാരത്തിയായിരുന്നു എൻ്റെ അമ്മ. അവരെയൊക്കെ പ്രാർത്ഥന എന്ത് പറ്റിയെന്നറിയാമെന്നില്ല. കൊച്ചെ അപ്പനാണോ ആദ്യം മരിച്ച, അമ്മയാണോ? അപ്പൻ ആദ്യം മരിച്ച. നടന്നു പോകാറില്ല കൂടുതലും, ഇങ്ങനെ വണ്ടിയെ പോണതാ കാണാറുള്ളത്. പിന്നെ വല്ല പള്ളിയിലൊക്കെ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഇടയ്ക്കെങ്ങാനും വെച്ചെങ്ങാനും കാണുമ്പോഴത്തേക്ക് വർത്താനം പറയുമ്പോഴൊക്കെ നല്ല സൗമ്യനായിരുന്നു. ഒരു കുഴപ്പമില്ല, ഡീസൻ്റ് ആയിട്ട് നല്ല സ്വകാര്യം പെരുമാറണതിനൊന്നും ഒരു കുഴപ്പമില്ല. ആ മൂത്ത മരിച്ച ജോസാണെങ്കിലും നല്ല മനുഷ്യനായിരുന്നു. പുള്ളി കെട്ടിയിട്ടില്ലായിരുന്നു. പുള്ളി ഒരുമാതിരി മേലാഴികയൊക്കെ ആയിട്ട് മരിച്ചു പോയത്. വൃദ്ധസനത്തിൽ കൊണ്ടേ ആക്കിയിരിക്കുക. കെട്ടാഞ്ഞ കാരണം ആരും ഇല്ലല്ലായിരുന്നു, നോക്കാൻ ആരുമില്ല. അതായത് ഈ പറഞ്ഞ സബാഷിന്റെ ചേട്ടനെയോ? ചേട്ടൻ മരിച്ചുപോയി. ഏറ്റവും മൂത്ത ചേട്ടനായിരുന്നു ജോസ് എന്ന് പറയും. അയാള് വൃദ്ധസനത്തിലായിരുന്നു. ഇവരുടെയും കുറ്റമല്ല, ഇവരുടെയും കുറ്റമല്ല, അവരുടെയും കുറ്റമല്ല. നോക്കാൻ ആളില്ല. അങ്ങനെയാണ് അവിടെ നിന്ന് പിന്നെ മരിച്ചാ കൊണ്ടുവന്നത്. അപ്പൊ ഈ സബാഷിനൊന്നും ആ പുള്ളിച്ചേട്ടനെ നോക്കാനൊന്നും പോയില്ലേ? അപ്പൊ ഇടയ്ക്ക് അവർക്ക് ചിലവിനും വല്ലതും കൊടുക്കുമായിരിക്കും. അതൊന്നും അറിയാനൊക്കെ കൃത്യമായിട്ടൊന്നും. വൃദ്ധസനത്തിലായിരുന്നു എന്ന് പറഞ്ഞു മരിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയണത്. പോയി ആണല്ലേ? ഒരു ചേട്ടൻ ഇപ്പൊ ഇറ്റലിയിലാണല്ലോ. എവിടെയാണെന്നറിയാൻ പറ്റും. ജോലി പുറത്താണ്, ന്യൂസിലാൻഡ്. അത് തന്നെ പുള്ളി അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ഉണ്ടായിരുന്നു. 10,000 രൂപ പെൻഷനും ഉണ്ട് പുള്ളിക്ക്. ഭാര്യയും 2 മക്കളും അവിടെ ജോലിയുണ്ട്, അങ്ങോട്ട് പോകും.
ആ വസ്തുവിന്റെ അടുത്ത് കൂടെ ഒക്കെ പോകുമോന്ന് രാത്രിയിൽ? അല്ലേ ഇല്ല, അങ്ങനെ ഞങ്ങൾക്ക് എന്നാ വരുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു നമ്മുടെ മുല്ലക്കൃഷിയും വെന്തിക്കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അന്നൊക്കെ ഞങ്ങള് അന്നേരം ഇതുപോലെ മറ്റേ ബന്ധുവിന്റെ കാര്യമൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയണ കേട്ടു. കുറെ പെണ്ണുങ്ങളുണ്ടായിരുന്നല്ലോ, അങ്ങനെയൊക്കെ പോയി. അതൊരു 6 വർഷം 5 വർഷം 6 വർഷമായിട്ടുള്ളു. അത്രയായിട്ടുള്ളു. പക്ഷെ അന്നേരം അങ്ങർക്ക് നിങ്ങൾ വെട്ടിക്കിളയ്ക്കുമ്പോഴൊക്കെ പുള്ളിക്ക് സംശയമൊന്നും ഇല്ലയോ? നിങ്ങളെ എന്താ വെട്ടിക്കിളയ്ക്കുന്ന? അന്നേരം പുള്ളി അവിടെ ഇല്ലല്ലോ, അന്നൊന്നും പുള്ളി ഇല്ല അവിടെ. അനിയനുണ്ട്, അനിയനായിരുന്നു വന്നിരുന്നു. 6 മാസം കൂടുമ്പോ പുള്ളി വരുമല്ലോ. ഇനിയിപ്പോ ധൈര്യമായിട്ട് നമുക്ക് വെട്ടാൻ പറ്റത്തില്ലല്ലോ, കളയ്ക്കാൻ പറ്റത്തില്ലല്ലോ പറമ്പൊന്നും. ഇനിയിപ്പോ അത് കൊടുക്കണമില്ലല്ലോ, കൊടുക്കാനൊക്കെ അല്ല. ഗവൺമെന്റ് എടുത്തിട്ട് വരും, ഗവൺമെന്റ് എടുത്ത് കാണുമായിരിക്കും, നമുക്കറിയാവുന്ന. അങ്ങനെ എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതാണല്ലോ. 6 പേർക്ക് അവകാശമുള്ളൂ. ഒരാൾ മരിച്ചു പോയി. മരിച്ചുപോയ ആളൊരു മോനുണ്ടോ അവിടെ? ഇല്ല ഇല്ല, അയാൾ എല്ലാം ചെയ്തിട്ടില്ല, കല്യാണം ചെയ്തിട്ടില്ല. ശാന്ത എന്ന് പറഞ്ഞൊരു ആളില് അത് വേറെ പറയണത് കേട്ടതാ. അതൊന്നും നമുക്കറിയാൻ കേട്ടോ, അതൊക്കെ അത് നമുക്കറിയാൻ പാടില്ല, അതേക്കുറിച്ചൊന്നും തിരക്കേണ്ട കാര്യമില്ല. എല്ലാ വെള്ളിയാഴികൾ പലരും പറയുണ്ടാകുമല്ലോ, അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. എല്ലാ വെള്ളിയാഴിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു മനുഷ്യനെ പറ്റി. വിഷമമുണ്ട്, ഇങ്ങനെ കൊണ്ടുവന്ന് പിന്നെ പെൺപിള്ളേരൊക്കെ കൊന്നെന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് വിഷമമല്ലേ. സ്കൂളിൽ പോകുമ്പോഴും അവിടെയൊക്കെ പോകുമ്പോഴൊക്കെ ഞങ്ങൾക്കൊക്കെ പേടിയാണ്. ഇപ്പം പേടിയാണ് ഞങ്ങൾക്ക്. സ്കൂളിൽ പോയ സമയം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്കും പേടിയാണ്. ഇപ്പം ചെന്ന് കൊണ്ടുവരും, ചെന്ന് നന്ദമാർ ചെന്നിപ്പോൾ കൊണ്ടുവരികയാണ്. ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് തട്ടിക്കൊണ്ട് വന്ന് നമ്മൾ എന്ത് ചെയ്യും? ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ ഒരു ഭയം വന്നു പോയി. ഇങ്ങനെയൊരു സംഭവം നടന്നാന്ന് ഓർത്ത് പോകും. സവാഷ് നേരത്തെ മുതലേ അറിയാം. പക്ഷെ നേരത്തെ ഞങ്ങളുടെ അടുത്തൊന്നും ഒരു മോശമായ രീതിയിലൊന്നും ഒരു വർത്തമാനങ്ങൾ ഒന്നും പറഞ്ഞിട്ടുമില്ല. നല്ല ഇതാ. പിന്നെ എന്തെങ്കിലും ചോദിക്കാതെ ഞങ്ങൾ അയൽവക്കത്തുള്ളവരാണല്ലോ, ഒരു കുഴപ്പം. പിന്നെ ഇപ്പം ഈ ഇടക്കാലം കൊണ്ടാണ് പറമ്പിൽ നിന്ന് ഒരു അസ്ഥികളൊക്കെ കിട്ടുന്നെന്ന് പറയുന്നത്. ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ അവിടെ പോയി ഒന്നും കണ്ടില്ല സാറേ. ഞങ്ങൾ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാ തോന്നിയത്? ഇങ്ങനൊരു സംഭവം ഇപ്പം 3-4 സ്ത്രീകളെ കാണാനില്ല, അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓരോ ചൂട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടുകളൊക്കെയാണ്. പിന്നെ ഇങ്ങനെയുള്ള ഒരാളാന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ മേലായിരുന്നു. കാണുമ്പോൾ അമ്മയ്ക്ക് നല്ല അടുപ്പമായിരുന്നു അമ്മയായിട്ടൊക്കെ? ഞങ്ങളെല്ലാവരും പിന്നെ സ്നേഹം കാര്യം ഒരു അനാവശ്യമായ ഒരു വർത്തമാനങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് പറയണ്ടല്ലോ, ഇത്രയും കാണിച്ചു കൂട്ടിയാൽ പോലെ. നമ്മുടെ ആമക്കളുണ്ടെങ്കിൽ ഒരു പെണ്ണ് കിട്ടുമോ ഇങ്ങനെയുള്ള ഈ നാട്ടിലേക്ക്? ഇപ്പം ഈ എന്തായാലും സഭാഷണം നടന്നല്ലേ ഇവിടെ പറയുന്നത്. പള്ളിപ്പുറത്ത് ഇത് ആദ്യ സംഭവമാണിത്. ഇനി ആരും ഇതുപോലെ ആവർത്തിക്കാതിരുന്നാൽ മതി. ഇനി ഒരു സഭാഷണം ആകരുത് അല്ലേ? ആകരുത്. ഉള്ളതല്ലാതെ വേറെ കണ്ടിട്ടില്ല. എന്നിട്ട് പരിചയപ്പെട്ടിട്ടൊന്നുമില്ല? ഇല്ലല്ലേ? ഞങ്ങൾ ഒത്തിരി അകലല്ലേ, ഓ കോളേജ് കാലയുടെ അവിടെ അല്ലേ അങ്ങേരി. ഞങ്ങൾ ഈ പള്ളിപ്പുറത്ത് 1-ാം പാട്ട് കുട്ടഞ്ചാലിന്റെ കിഴക്കേ സൈഡാണ് ഞങ്ങൾ. ആണല്ലേ? ഞാനായിട്ടല്ലെങ്കിലും പണ്ട് പോലെ ഉടക്കാറുണ്ട്. പുള്ളിയുടെ വഴിപ്രശ്നമായിട്ട് ഞാനായിട്ട് ഉടക്കാം. നമ്മുടെ എല്ലാവർക്കും അറിയാം, ആ വടക്കോർത്ത് സ്ഥലം എൻ്റെ. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഞാനായിട്ടൊക്കെ ഞങ്ങളുമായിട്ടൊക്കെ ഇച്ചിരി അകന്ന് കാണുമ്പോൾ അല്ലെങ്കിലും പുള്ളി എല്ലാവരും മനെ എന്നൊക്കെ വിളിച്ച് നടക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും അമ്മാവനുമാണ്. എല്ലാവർക്കും പുള്ളിക്ക് ഭയങ്കര കാര്യമാണ്. പുള്ളി അങ്ങനെ ആയിരുന്നു. അവര് മറ്റേ ഇതൊക്കെ ആണെങ്കിലും. പക്ഷെ ഇതെങ്ങനെ പറ്റിയെന്ന് നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാൻ പറ്റില്ല. കൂട്ടുകാരൻ ആത്മഹത്യ ചെയ്യുന്നതും മനോജ് അതുമായിട്ടൊന്നും ഇത് ഇവര് തമ്മില് പുള്ളി ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് വെച്ചതല്ലേ. ഈ മനോജ് ഓട്ടോ ഓടിച്ചിട്ടാണ്. അതൊക്കെ നമുക്കറിയാം, നമ്മൾ ഇവിടെ അടുത്തുള്ളതല്ലേ. നമ്മൾ അല്ലാണ്ട് പുള്ളിയെപ്പറ്റി ഇതിനെപ്പറ്റി നമുക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നാ ഒക്കെ ഈ പറഞ്ഞറിഞ്ഞ് പോയി മാത്രമേ. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഞങ്ങളറിയണത്. എനിക്ക് വർക്ക് ചെയ്തിട്ട് ഞാൻ പോകുമ്പോഴൊക്കെ പുള്ളി ആ വഴി നിൽക്കണത് കാണാം. ഒരു ഭാഗത്താനെ പോലെ ആ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കണോ. അല്ല, ഇപ്പൊ പറയുന്നത് ഇവിടെ മത്സരമൊക്കെ നടന്ന് വന്ന പുള്ളി പല പ്രൈസ് മേടിക്കുമെന്നോ നടക്കും. നല്ല പന്തളിക്കാരനാണ് പുള്ളി. ഇവിടെ ഒരു എന്താണ് മസ്ത വണ്ടിയൊക്കെ ആയിട്ട് നടന്ന് ചെള്ളടിയും മടലടിയും അങ്ങനെയൊക്കെ ആയിട്ട് നടന്നേക്കാളത്. വലിയ സാമ്പത്തികം സ്ഥലം കുറേ ഉണ്ടെന്നല്ലാതെ വലിയ സാമ്പത്തികമായിട്ടൊന്നും അങ്ങനെ ഉള്ളതല്ല. അല്ലല്ലേ? ഇത് കുടുംബവകയല്ല, സ്വത്തല്ലേ ഇത്? കുടുംബം അച്ഛൻ്റെ പേരിലല്ലേ. 3 പെണ്ണും 3 ആണും ഒക്കെ ആയിരുന്നു. ഒരാൾ മരിച്ചുപോയി, ജോസിയായിട്ട്. പുള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ പക്കായിരുന്നു. ഇച്ചിരി തലക്കിച്ചിരി പ്രശ്നമുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഇല്ല പുള്ളിക്ക് മാത്രമേ. അസുഖം പറഞ്ഞാൽ പുള്ളിക്ക് ഷുഗർ കൂടുതലാണ്. ഷുഗർ കൂടി കാല് പൊട്ടി
പഴുത്തിരിക്കും. അത് കറക്റ്റാ അല്ലേ? ആ നടക്കാൻ വരെ പുള്ളിക്ക്. ആണോ? അത് നിങ്ങൾ മീഡിയക്കകത്ത് കാണാൻ പറ്റില്ല. പുള്ളിയുടെ കാല് മൊത്തം വെട്ടി കൊഴിഞ്ഞു വെച്ചൊക്കെ. നല്ല ആചാര്യഭാഗമായിരുന്നു ആള്. ആള് അങ്ങനെയൊക്കെ തന്നെ ഇരുന്നു എല്ലാം. പുള്ളിക്കെന്ന് പറഞ്ഞാൽ പുള്ളി ഇച്ചിരി ചെറിയ വെള്ളമടിയും ഇച്ചിരി ഭക്ഷണം കഴിയൊക്കെ പുള്ളിക്കുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ വന്നപ്പോഴും ചോദിച്ചു, ഈ ഞങ്ങളെ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ചോദിച്ചു. ആര് ചോദിച്ചു? ഞങ്ങളെല്ലാം കൂടി ചോദിച്ചു. ഞങ്ങൾ പിള്ളേരൊക്കെ ഇവിടെ വരുമല്ലേ. ആര് ഈ പുള്ളിയോട് ചോദിച്ചോ? അടുത്തത് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കയറാനൊക്കെ ഞങ്ങൾ ചോദിച്ചായിരുന്നു. ഇല്ല അതൊക്കെ തീർന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഡിസംബർ അവസാനത്തോടെ എവിടെയല്ലേ ഈ കേസ് വരുന്നത്. ഓ മറ്റേ ബിന്ദുവിന്റെ അത് തന്നെ ഇപ്പൊ കുറച്ചേ ഉള്ളൂ വരാൻ തുടങ്ങി. ആണല്ലേ? പുള്ളി അത് കഴിഞ്ഞ് നേരിട്ട് കണ്ടായിരുന്നു പിന്നെ ഈ പ്രശ്നം പോലീസുകാർ പിടിക്കും. ഇത് വന്നതിന് മുമ്പ് പുള്ളി ഞങ്ങളുടെ വീട് പണിയുണ്ട്, അവിടെയൊക്കെ വന്നിരിക്കുമായിരുന്നു. അതിന്റെ വാർക്കൽ സമയത്തൊക്കെ പുള്ളി വരുമായിരുന്നു. അവിടെ വന്നിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പുള്ളി റോട്ടിൽ വന്നിറങ്ങി വെച്ച് നടന്നു തന്നെയാണ്. അന്നേരം ഇത് അറിയാൻ കൂടി വേല. ഈ ജനിയമ്മേനെ ഒരു ജൈനമ്മയുടെ കേസിന് ഞങ്ങൾക്ക് അറിയാൻ കൂടി വേല. അല്ല നമുക്ക് ചിന്തിക്കാൻ പറ്റിയാലേ. കാരണം ഇതിപ്പോൾ ഒരു പറമ്പിൽ ഇങ്ങനെ കാണുക, ഇതൊക്കെ വാർത്ത വരുമ്പോഴല്ലേ നമ്മളെല്ലാം അറിയുന്നത്. പണ്ട് ഇതിപ്പോൾ ഈ എടുത്തിരിക്കുന്നത് എന്നാന്ന് പോലും നമുക്ക് കർണാടകയിൽ എങ്ങാണ്ട് ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയുന്നത് അതിന് മറുത്ത് കേരളത്തിലെ സംഭവം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് പക്ഷെ അത് പറയാൻ പറ്റുകയല്ല. എന്തെങ്കിലും അവരുടെ കൈ കാണാതിരിക്കുകയല്ല. കാരണം പോലീസുകാരല്ലേ അവര്. നമ്മളെ ഇപ്പം അവര് സീക്രട്ടായിട്ട് വെക്കേണ്ട സീക്രട്ടായിട്ട് വെക്കും. നമ്മളിപ്പോൾ എല്ലാവരും അറിയിച്ചുകൊണ്ടൊന്നും അവര് പോകില്ല. ഇപ്പൊ ഇതിനകത്തുണ്ടാ നമുക്കറിയാനൊക്കത്തില്ല. ഇനിയിപ്പോൾ ഉണ്ടോന്നല്ല. പിന്നെ അവർ ഇത്രയും കാശ് മുടക്കി ഇത്രയും പണി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിനെ പിടിക്കപ്പെടണം തന്നെയാണ്. അതല്ലേ നമുക്കിപ്പോൾ ആരെയും ഇപ്പോൾ ഒരു വീട്ടിലേക്ക് വരുന്നവരെ പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം. അതല്ലേ നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ സാഹചര്യങ്ങളെ. ഒരു അടുപ്പിച്ചടുപ്പിച്ച് 3-4 സ്ത്രീകളെ തിരോധാനവും പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിനെ കൃത്യമായിട്ട് പിടിക്കുകയും തന്നെയാണോന്ന് ഞാൻ പറഞ്ഞു. അല്ല പിന്നെയും ഇത് ചെയ്തോണ്ടിരിക്കുകയല്ലേ പുള്ളി. പിന്നെ സ്ത്രീ വിഷയം എന്ന് പറഞ്ഞ പുള്ളി എല്ലായിടത്തും ഒന്നുമില്ല. അത് അതിനായിട്ട് നടക്കുന്നവരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഇതിനായിട്ട് നടക്കുന്നവരുടെ അടുത്ത് പുള്ളി പോകണുണ്ടോ? അതിനായിട്ട് നടക്കണോണ്ടല്ലോ. അല്ലേ തന്നെ ഇവരുടെ അങ്ങോട്ടൊന്നും അങ്ങനെ ആരും ആവശ്യമില്ലാതെ ആരും ചെല്ലേണ്ട കാര്യമില്ലെന്നേ അവിടെ. അത്ര ഉള്ളിലല്ലേ അവര്. ഇവിടെ ഇവര് താമസിച്ചത് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ആ പാടമൊക്കെ എല്ലാം വെട്ടി കിടത്തിയൊക്കെ ഇവിടെ പോയി ഞങ്ങൾ ഇത്ര ആണല്ലേ? അന്ന് ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ഇതിലെവിടുത്തെ ഈ റോഡൊക്കെ ഭയങ്കര തോടായിരുന്നു. ഇതിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന വലിയ പാടായിരുന്നു. അതൊക്കെ നികത്തി. അപ്പുറത്ത് കിടക്കണ കാട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പുറത്തോട്ട് ഭയങ്കര കാടാ. ഇവിടെ ഉണ്ട് കാട്. പകല് പോലും ആരും ചെല്ലിയില്ല. ഇല്ല അവിടെ ഇപ്പം നോക്കുമായിരിക്കുമല്ലോ ആൾക്കാർ. അപ്പൊ നോക്കാതെ അങ്ങോട്ട് എല്ലാം പറ്റത്തില്ല. അമ്മാതിരി കാടാ. ആണോ? അല്ലാതെ ഇപ്പൊ പോലീസ് ഇടപെട്ട് കഴിഞ്ഞാൽ കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഭയങ്കര കൈതക്കാടും ഭയങ്കര പാമ്പും ഒക്കെ കാണും അല്ലേ? പിന്നെ ഭയങ്കര പാമ്പുണ്ടാവും. പാടം എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ദൂരത്തുള്ള പാടമൊക്കെ ഉണ്ട്. കാര്യം എന്നാണെങ്കിൽ പറയണത് കൈതക്കാട് ആണല്ലേ? കൈതക്കാട് വലിയൊരു കൈതക്കാടുണ്ടാവും. ഞങ്ങൾ ഇരുന്നപ്പോൾ തന്നെ വലിയ കൈതക്കാടായിരുന്നു. ഞങ്ങൾ പാടത്ത് കളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ അമ്മാവന്റെ പിന്നെ അതോടെ ഞങ്ങൾ കയറി പോയിക്കൊണ്ട് വെച്ചു. ഇയാളെങ്ങനെ നേരിട്ട് വഴക്കുണ്ടാക്കുന്ന ആളൊന്നും അല്ല. ആണല്ലേ? ആ ആളാണ് ഇത് ഇതെന്ന് പറയണെങ്കിൽ വർത്താനം കേട്ട് നമുക്ക് പഞ്ചവാദം സംസാരിക്കുള്ളൂ. പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മളും അമ്മാവൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് തന്നെ ഒരു അതിശയമായിട്ട് എനിക്ക് വരുന്നില്ല. അങ്ങനെയല്ല ആരും ചേട്ടൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അല്ല ഇന്നത്തെ പറയാനൊക്കത്തില്ല. മനസ്സിന്റെ ഇപ്പൊ പുറമേ കാണുന്നതല്ലല്ലോ, ഉള്ളിൻ്റെ ഉള്ളിൽ എന്നാന്ന് നമുക്കൊന്നും പേര് പരിശോധിക്കാൻ ആർക്കും പറ്റുകയല്ല. ഈ പുള്ളിനെ ഒരു കുറേ കാലം 82-ല് 83-ലായിട്ട് BJP ആർസുകാർ CPM-മാരുടെ വഴക്കിന് ഈ ബോട്ടയിലിട്ട് ഈ പുള്ളിനെ കുത്തിയതാണ്. അറസ്റ്റുകാർ കുത്തിയതാ? BJP-കാരനാ? CPM-കാർ കുത്തി അല്ലേ? പാർട്ടിയെ വിളക്കാണല്ല, വ്യക്തിവിളക്കാണ്. വഴക്കുണ്ടായ പുള്ളിനെ കുത്തിയിട്ട് ഭയങ്കര അങ്ങനത്തെ ഒരു പേടിച്ചൂറിയാണെന്നേ പുള്ളി വഴക്കുണ്ടായിരുന്നു. മക്കളെ കണ്ടുണ്ടോ കൊച്ചിനെയൊക്കെ? ഇല്ല ഞാൻ കണ്ടില്ല. ഒരു കൊച്ചല്ലേ ഉള്ളു? ഒരാൺകൊച്ച് ആണോ അല്ലേ? കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടത്തുക ആണല്ലേ? ആണോ? ഭാര്യയും കണ്ടില്ലേ? മഴയത്തൊക്കെ ഞങ്ങൾ കയറി നിൽക്കുമ്പോൾ ചായ കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മാവൻ ഈ വിഷയം കഴിഞ്ഞപ്പോൾ അവരെല്ലാം അങ്ങോട്ട് പോകും. എല്ലാവരും ഈ പ്രശ്നം കാരണം പിന്നെ അടുക്കാതെ എന്താണെന്നൊന്നും അറിയാമെന്നല്ല. ഈ അടുക്കുന്നവരുടെ അടുത്ത് ചോദ്യം പറച്ചിലൊക്കെ വന്നത് അതോടെയാണ് ആൾക്കാർ ഇതാകുന്നത്. അല്ലെങ്കിൽ എല്ലാവരും പോയി അവിടെ ഇരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. വീടായിരുന്നു അല്ലേ? കാടിപ്പോൾ ഞങ്ങളുടെ കാടിപ്പോഴാണ് ആയത്. ഞങ്ങള് ഈ വീക്കാണ് പാടില്ല, ആ കാണുന്ന പാടം ആ വീണ്ടും നേരെ ബാക്കിൽ കൃഷി കളിക്കുന്നതെന്ന് വെച്ചാൽ അത് ഇവിടെ വെള്ളം കയറുമ്പോൾ അതിന്റെ അപ്പുറത്ത് കളിക്കുമായിരുന്നു. പിന്നെ
ഇവിടെ വെള്ളം കയറാറുണ്ടോ? ഇവിടെ അല്ല, അവിടെ പാടാണ്. ആണോ? അല്ലെ പുള്ളി ഇതൊക്കെ ചെയ്തെന്നൊന്നും ഇവിടെ ഒരു അയൽക്കാരും പറയാറ്. എന്ന് പറഞ്ഞാൽ പുള്ളിയെ ഒരു അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം അല്ല. എന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങനെ അല്ല. ഇപ്പൊ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങളാരും കണ്ടിട്ടില്ല പുള്ളി കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ പിന്നെ കുറച്ച് ദൂരമുണ്ട്. ആളൊരു പേടിച്ചോടിയായിരുന്നു ഞാനത്. പക്ഷെ പേടിച്ചവരല്ല ഇപ്പൊ ഈ വാർത്തയൊക്കെ നിറഞ്ഞിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ അതിശയിച്ചിങ്ങനെ നിൽക്കണം. കേസിന്റെ അനാവസ്ഥയാണ് ഈ കേസ് ഇത്രയും തള്ളിപ്പോയത്. ആദ്യത്തെ ബിന്ദു പത്മനാഭൻ എന്ന കേസ് വന്നപ്പോൾ തന്നെ ഇത് പോലീസ് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ ഇത് അന്നേ തെളിവായിരുന്നു. എന്തായാലും പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുള്ള കാര്യം സത്യമാണ്. എന്തായാലും പുള്ളി തെറ്റിയിട്ടുണ്ടെങ്കിൽ പുള്ളി അത് അനുഭവിച്ചേ പറ്റുള്ളൂ. അത് തന്നെയാണ് നാട്ടുകാരുടെ അഭിപ്രായം. റിപ്പോർട്ട് പ്രകാരം പുള്ളി അന്ന് ഈ കേസ് എങ്ങോട്ട് പോയി എങ്ങനെ പോയി എന്നുള്ള ആദ്യത്തെ ഒരു 2-3 മാസത്തെ റിപ്പോർട്ടുള്ളതല്ല. പിന്നീട് റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മളക്കാർക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഇവിടെ ആരും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. പിന്നീട് ഇപ്പോൾ ഈ ജയനമ്മയുടെ കേസ് വന്നപ്പോഴാണ് പള്ളിപ്പുറത്ത് ഇങ്ങനത്തെ സംഭവം തന്നെ നമ്മൾ പള്ളിപ്പുറത്തുകാരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുന്നത്. എന്തായാലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പം നടന്നതിൽ ആദ്യത്തെ കാര്യത്തിൽ പോലീസിന് അനാസ്ഥ ഉണ്ടായെന്ന് തന്നെയാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും പുള്ളി തെറ്റുണ്ടെങ്കിൽ ശിക്ഷ ഉറപ്പായിട്ട് വാങ്ങിച്ചു കൊടുക്കണം. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലെന്ന് തന്നെയാണ് നാട്ടുകാരുടെ പൊതുവെ അഭിപ്രായം. ഇത് ഒരു പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതേപോലെ നിരോധനങ്ങൾ ഇഷ്ടംപോലെ ഓരോ ദിവസങ്ങളിലും ഓരോ പേരുകൾ കൂടിക്കൂടി വരികയാണ്. ഇത് വളരെ വലിയൊരു ഇഷ്യൂസാണിത്. അത് വേണ്ട രീതിയിൽ പോലീസ് കൈകാര്യം ചെയ്ത് കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അയാളെ കണ്ടു കഴിഞ്ഞാൽ വളരെ പാവത്താനെ പോലെ ഇരിക്കുന്നു. അയാൾ പാവത്തെ പോലെ നടക്കണം എന്നൊക്കെയാണല്ല, ജെന്റിൽമാനായിട്ട് നടക്കണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇയാളെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് കണ്ടിട്ടുമില്ല. അയാളെ കുറിച്ച് നമുക്ക് അറിയാനും പാടില്ല. ഞങ്ങൾ ഇവിടെ 2-3-4 കിലോമീറ്റർ അകലമുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ല. അത് ഇടയ്ക്കൊക്കെ വന്നു പോകുന്ന പറയുന്നത്. ഇപ്പം ഭാര്യ വീട്ടിൽ അങ്ങനെയാണ് ഞങ്ങൾ പത്രത്തിലൂടെ അറിഞ്ഞത്. അല്ല, നേരിട്ടുള്ള അറിവൊന്നും ഞങ്ങൾക്കില്ല. പത്രത്തിലൂടെയുള്ള ഡീറ്റെയിൽസ്. ഒരാൾ മാത്രമല്ലായിരിക്കും, ഇതിൽ വലിയ കണ്ണികളുണ്ട്. അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. അത് പ്രധാനപ്പെട്ടതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെബാസ്റ്റ്യൻ മാത്രമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഒരാൾ മാത്രമായിട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇതിൽ ഈ സ്ഥലക്കച്ചവടമൊക്കെ ഉണ്ടല്ലോ ആദ്യ കാലഘട്ടത്തിലുണ്ടായ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടി വരും. അതിൽ ഈ പറയുന്ന കൂട്ട് തന്നെ പോലീസിന് നല്ല വീഴ്ച വരുത്തിയിട്ടുണ്ട്, ഇടപെടൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് പോകില്ലായിരുന്നു ഈ കേസ്. എന്തായാലും ഇപ്പോൾ പോലീസ് അതിൻ്റെ മറ്റു വശങ്ങൾ കണ്ടുപിടിച്ച് നല്ല നിലയിൽ തന്നെ ഇത് കുറ്റവാളികളെ, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ കുറ്റവാളികളെയും പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് നിയമപരമായിട്ട് അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനുള്ള നടപടി ഉണ്ടാകണം. അതിൽ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ടുണ്ടാവും. പുള്ളി ഒരു തെറ്റ് ചെയ്താണെങ്കിൽ അത് വലിയൊരു ക്രൈമാണത്. പിന്നെ പുള്ളിക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ട പോലീസിൻ്റെ ബാധ്യത. സ്ത്രീകളോടുള്ള അന്യായമായിട്ടുള്ള ഈ ഇടപെടലുകളൊക്കെ അവസാനിപ്പിക്കണം. സ്ത്രീ നമുക്ക് വലുതാണ് ഒത്തിരി. അപ്പം അതൊക്കെ അനുവദിച്ചും കൂടാ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പാവത്താന്മാരായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ മേലാത്ത അവസ്ഥ. വളരെ ജെന്റിൽമാന്മാരായിട്ട് നടക്കണ, വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഉപയോഗിച്ച് നടക്കണ ഒത്തിരി ആൾക്കാരുണ്ട്. രാഷ്ട്രീയ തലത്തിലും അല്ലാതെയൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലിരിപ്പ് വേറെയാണ്. ഇതിപ്പോൾ 20 വർഷമായി ഈ ഒരു സംഭവം നടക്കുന്നത്. ആദ്യം ഒരു ബിന്ദു പത്മനാഭൻ്റെ കാര്യം വന്നു. പതിയല്ലേ ഇപ്പോൾ ഈ സംഗതികളെല്ലാം പൊങ്ങി വരുന്നത്. നമ്മുടെ നാടിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്തയായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ പോലീസ് പ്രതികരിക്കണവൻ്റെ നെഞ്ചത്ത് കയറും. അതാണ് പോലീസിൻ്റെ ബാധ്യത. നാട്ടുകാർ സ്ട്രൈക്ക് ഉണ്ടാക്കിയാലും നമുക്ക് ഒന്നിനും പ്രതികരിക്കാൻ പറ്റില്ല. ഈ കാലം അതാണ്. നമ്മൾ തെറ്റ് ചെയ്ത് പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന് നിയമപരമായിട്ട് പോലീസ് വന്ന് ഇടപെട്ടിട്ട് അത് നമ്മുടെ നെഞ്ചത്ത് കയറും. അതാണ് പോലീസിൻ്റെ ബാധ്യത. അപ്പോൾ ഈ സെബാസ്റ്റ്യനെ അറിയാമോ നേരത്തെ? അറിയാം. ആളെ പറ്റി എങ്ങനെയാണ് ഒരു പൊതുവിലൊരു വസ്തു ഇടപാടായിട്ടൊക്കെ നേരത്തെ ഈ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പരിചയമുണ്ട്. ഈ ഇടക്കാലം കൊണ്ട് പുള്ളി ഇത്രയും പൈസയും സ്ഥലമൊക്കെ മേടിച്ചെന്ന് തോന്നുന്നു അല്ലേ? അത് തന്നെ 2016 തൊട്ട് കണ്ടൊക്കെയാണ് സംഭവം നടക്കും. ഇതിനെപ്പറ്റിയൊക്കെ ഈ ബിന്ദു പത്മനാഭൻ്റെയൊക്കെ വിഷയം ഇതാണ്. ഇപ്പം ഇതിലൂടെയാണ് ഇപ്പോൾ കൂടുതൽ അറിയണത്. അത് ബിന്ദു പത്മനാഭൻ മരിച്ചപ്പോഴേ മറ്റേ കൂട്ടുകാരൻ ആത്മഹത്യ ചെയ്യപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല? കൂട്ടുകാർ കണ്ടിട്ടുണ്ട്. ഈ ആത്മഹത്യ ചെയ്തപ്പോൾ എന്താണ് നമ്മൾ ചിന്തിച്ച് കരുതിയത്? കാരണം കൂട്ടുകാരൻ ഇപ്പൊ ബിന്ദു ഈ വിഷയമായിട്ടുള്ള ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞത്. ആണോ? ഈ ബിന്ദു ഈ ചോദ്യം ചെയ്യാൻ വിളിച്ചില്ലേ, അപ്പൊ ഈ സംഭവമായിട്ടാണല്ലോ ബന്ധപ്പെട്ടത്. അപ്പൊ അങ്ങനെ ആണ് ആത്മഹത്യ ചെയ്യാൻ കാരണം നമ്മുടെ അറിവ്. 2018-ലായിരുന്നു. ഇപ്പോഴല്ലേ മറ്റുള്ള അറിയണം പുറത്തു വരുന്നത്. ഇതായി ബുദ്ധിമുട്ടാണ് ഈ സംഭവമൊക്കെ നടന്നപ്പോഴേ. പിന്നെ ഈ ജയനമ്മയുടെ ഒരു സംഭവം
സംഭവം ഇവിടെ പോസ്റ്റർ കൊണ്ടു ഒട്ടിച്ചായിരുന്നു. അപ്പം അന്ന് ഇതിൻ്റെ അന്വേഷണത്തിൽ വന്നപ്പോൾ ഞങ്ങളൊക്കെ ചോദിച്ചായിരുന്നു ഈ പെണ്ണ് അറിയുമെന്ന്. അപ്പം ഈ സംഭവം അറിയുമ്പോഴാണ് ഇത് ഞങ്ങളതിനെ കുറിച്ച് അറിയുന്നത്. കൂടുതൽ അന്വേഷണം വേണം ഇതിനെ സംബന്ധിച്ച്. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല. ഇപ്പൊ ഇത്രയും സ്ത്രീകളെ പറ്റി പറയുന്നുണ്ട്. കൂടുതലുണ്ടോന്ന് ആർക്കറിയാം? അത് കാണണം, പുള്ളിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് കാണാൻ കൂടുതൽ കാണണം. അല്ല, സ്വഭാവം അനുസരിച്ച് നമുക്ക് അങ്ങനെ നേരത്തെ പറ്റിയാവില്ല. ഇപ്പൊ വാർത്ത വന്നപ്പോഴെങ്കിലും ഇവിടെ ആൾക്കാർ പുള്ളിയുടെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയില്ല. എങ്കിലും ഈ സംഭവം അറിഞ്ഞപ്പോഴാണ് കൂടുതൽ ഇതിനെപ്പറ്റി അറിയാൻ പറ്റിയത്. ഇതിൽ കൂടുതൽ അന്വേഷണം വേണത്. ഇനി കൂടുതൽ ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയേണ്ടത്. ഞങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാവണത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.